പുരുഷന്മാരിലുണ്ടാകുന്ന ലൈംഗികമായ ബലക്ഷയം. ഇതും ഇതിനോടൊരു ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു കാരണമായി പറഞ്ഞില്ലെങ്കിലും അല്ലാതെയും ഒരു 40 വയസ്സിന് 35-40 കഴിഞ്ഞ ആൾക്കാരുടെ ഇപ്പോഴത്തെ കാലത്തെ പ്രധാന ഒരു സൂക്കേടായി ഇത് വന്നിരിക്കുന്നു. കാരണം വളരെ പ്രത്യേകിച്ചും ഇമ്പോർട്ടൻസ് പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ഇമ്പോർട്ടൻസിന് അത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കില്ലായിരുന്നു. കാരണം അതിലും വലിയ സൂക്കേടുകളൊക്കെ ചികിത്സിക്കാനുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ആൾക്കാരുടെ കയ്യിലുള്ള സാമ്പത്തിക നില കൂടിയതുകൊണ്ടോ ജീവിത നിലവാരം നന്നായതുകൊണ്ടോ എന്താണെങ്കിലും ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന അത് നന്നാക്കാനോ അവരുടെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഇതേപ്പറ്റി തന്നെ സംസാരിക്കാൻ തന്നെ വളരെ വിമുഖത കാണിച്ച ആൾക്കാർക്കൊന്നും ഇപ്പോൾ എന്ന് പറയാനൊന്നും ഒരു മടിയും കാണുന്നില്ല. ചികിത്സ ഇമ്പോർട്ടൻസിന് മരുന്നുകളൊക്കെ തന്നെ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കുകയും അത് പലതരം കാരണങ്ങൾ കൊണ്ടാവാം. ഞരമ്പുകൾ സൂക്കേടുണ്ടാവാം, രക്തഓട്ടം കുറഞ്ഞതുകൊണ്ടുണ്ടാവാം, വെയിനുകൾ പ്രത്യേകിച്ചും അതിൻ്റെ വാൽവുകളുടെ കുറവ് കൊണ്ടാവാം, മാനസികമായ കാര്യങ്ങൾ കൊണ്ടാവാം. ഏത് കാര്യത്തിലാണെന്ന് നോക്കി അതിനുള്ള മരുന്നുകളൊക്കെ കഴിച്ച് ഇനി മരുന്നുകൾ കൊണ്ടും ഗുണം കിട്ടുന്നില്ലെങ്കിൽ അതിനെ കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഈ പറഞ്ഞ ലിംഗത്തിലേക്ക് ഒരു ട്യൂബ് പോലെയുള്ള സിലിണ്ടർ പോലെയുള്ള പ്ലാസ്റ്റിക്കുള്ള പോലത്തെ സാധനം വെച്ച് ചികിത്സിച്ച് ലിംഗത്തിന് ഉദ്ധാരണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഇംപ്ലാന്റ് സർജറി വരെ ഇന്ന് നിലവിലുണ്ട്.